8 വർഷമായി നമ്മൾ ചായക്കട തുടങ്ങിയിട്ട്. ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് 4.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നതിന് മുമ്പിൽ തന്നെ ഈ ചായക്കട ഞങ്ങൾ തുടങ്ങിയതാണ്. എൻ്റെ പേര് അനിഷ. ഞാൻ നല്ലേപ്പിള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ്. പ്രസിഡൻ്റ് ആയാലും നമുക്ക് ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഈ കടയാണല്ലോ. പ്രസിഡന്റ് സ്ഥാനം എന്നുള്ളത് സേവനം മാത്രമല്ലേ, നമുക്കതിൽ ഉപജീവനം കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഈ കട ഉപജീവന മാർഗവും മാത്രമല്ല, വൈകുന്നേരം 5 മണി മുതൽ 8-9 മണി വരെ ഞാൻ ഈ കടയിലായിരിക്കും. അപ്പോൾ ഈ പഞ്ചായത്തിൽ ഉള്ള ആൾക്കാരും തൊട്ടടുത്തുള്ള വാർഡുകളിലെല്ലാവരും എന്താണ് ചെയ്യേണ്ടത്, എന്ത് രേഖകൾ വേണമെന്ന് ഒരുപാട് കാര്യങ്ങളുണ്ടാവല്ലോ. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് പോകുന്ന ഒരു ഇടമാണിത്. ഇതൊരു സാധാരണ ഒരു ചായക്കടയാണ്. എണ്ണക്കടി എല്ലാം കിട്ടുന്ന ഒരു സാധാരണ ഒരു ചായക്കട. സാധാരണ കടയിൽ ഒരു സ്പെഷ്യൽ ഉണ്ട്. ഈ കടൻ്റെ ഓണർ ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ്. പഞ്ചായത്തിലെ എല്ലാ ജോലികളും കഴിഞ്ഞ് പ്രസിഡന്റ് ഇവിടെ വന്നിട്ട് ചായ അടിക്കും, എണ്ണക്കടികൾ ഉണ്ടാക്കും. അങ്ങനെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നതിന് മുന്നേ തുടങ്ങിയ ഒരു കടയാണ്. ഈ കടയിലായിരുന്നു എല്ലാ കാര്യങ്ങളും, ചായ ഇടല് എല്ലാം ചെയ്യും. അതിൽ നിന്നാണ് അവൻ തുടങ്ങിയത്. പിന്നെ അതിനുശേഷമാണ് ഇലക്ഷൻ നിന്നു. ഇലക്ഷൻ നല്ലപോലെ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു. ചായക്കടത്തെ കാര്യവും നോക്കാറുണ്ട്, കുടുംബത്തിൻ്റെ കാര്യം നോക്കാറുണ്ട്, സമൂഹത്തിൻ്റെ കാര്യം നോക്കാറുണ്ട്, പഞ്ചായത്തിൻ്റെ കാര്യം നോക്കാൻ, എല്ലാത്തിലും ഒരു ഓട്ടത്തിലാണ് ആൾ. സമൂഹ സേവ എല്ലാവരുമായിട്ട് നല്ലവണ്ണം പരിചയപ്പെട്ടിട്ടും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും എല്ലാത്തിനും നല്ല ഒരു പെൺകുട്ടിയാണ്. എല്ലാവരോടും എല്ലാ കാര്യത്തിനും അവൾ നല്ല ഇൻവോൾവായിട്ട് എല്ലാ കാര്യം ചെയ്തു കൊടുക്കാറുണ്ട്. ഏതൊരു കാര്യം പറഞ്ഞാലും പറ്റില്ല എന്നുള്ള കാര്യം പറയില്ല. അതാണ് അവളുടെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ്. ചായക്കടയിൽ കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയത്. ചിലവർ എന്നോട് ചോദിക്കാറുണ്ട്, പ്രസിഡന്റ് വീടാണോ ഇത്, പ്രസിഡന്റ് വീടാണ്. പ്രസിഡന്റ് പറഞ്ഞാൽ സാധാ ഒരു ജനപ്രതിനിധി തന്നെയല്ലേ. ഈ സർക്കാർ തീരുമാനിച്ച ഓണററി വാങ്ങുന്ന ഒരു പ്രസിഡന്റ്, അത്രയേ ഉള്ളൂ. ചായക്കടയും അതുപോലെ തന്നെയാണ്. കാരണം ദിവസേന 100 കൂട്ടം ജനങ്ങളെ കാണുന്ന ഒരു സ്ഥലമാണ് ചായക്കടയാവട്ടെ, അതുപോലെ തന്നെ പഞ്ചായത്തും ആവട്ടെ. 100 വ്യത്യസ്ത ജനങ്ങളെ ദിവസേന കണ്ടുകൊണ്ട് അവരോട് സമ്പർക്കം നല്ല രീതിക്ക് തന്നെയാണ്. ചായക്കടയും ഒരു സോഷ്യലുമായിട്ട് നല്ല പഴക്കമുള്ളൊരു സ്ഥലം തന്നെ. സെയിം പഞ്ചായത്തും അതുപോലെ തന്നെയാണ്. ചായ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കടികൾ അത്യാവശ്യം ഈ രാവിലെ പണിക്ക് പോയിട്ട് വരുന്നവരുടെ ഒരു ചെറിയൊരു ചായക്കട നിലയ്ക്ക് ചായയും കടിയും കൊടുക്കുന്നുണ്ട്. പഞ്ചായത്തിലാകുമ്പോൾ പിന്നെ നമുക്ക് അവരുടെ ജീവിതത്തിലേക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മേൽപ്പര, വീട്, പിന്നെ അല്ലെങ്കിൽ പശു വളർത്തൽ, സ്വയം തൊഴിൽ, അവരുടെ ഉപജീവന മാർഗത്തിനൊരു വഴിയും കൂടിയാണല്ലോ പഞ്ചായത്ത്. നമ്മുടെ നല്ലേപ്പിള്ളി ഗ്രാമപഞ്ചായത്തിൽ വാതക ശ്മശാനവും അതുപോലെ സ്മാർട്ട് അംഗനവാടിയും 10 വർഷത്തോളം മുടങ്ങി കിടന്നൊരു സംഭവമായിരുന്നു. അതിപ്പോൾ നിലവിൽ നമ്മളത് രൂപീകരിച്ചിട്ടുണ്ട്. കൃഷിക്കാണ് കൂടുതൽ നല്ലേപ്പിള്ളി ഗ്രാമപഞ്ചായത്ത് ഊന്നൽ നൽകുന്നത്, കൃഷിക്ക് വേണ്ടിയിട്ടാണ്. കാരണം കൃഷിയാണ് കൂടുതൽ നല്ലേപ്പിള്ളി ഗ്രാമപഞ്ചായത്തിൽ. അതുപോലെ തന്നെ 2 ടേക്ക് എ ബ്രേക്ക്, അതായത് ശൗചാലയം, അതും നമ്മളുടെ ഭരണസമിതിയിൽ തന്നെയാണ് ചെയ്തത്. പിന്നെ ഒരു ക്യാൻറ്റീൻ, കുടുംബശ്രീ ക്യാൻറ്റീൻ പഞ്ചായത്തിൻ്റെ ഉള്ളിൽ, ജനകീയ ഹോട്ടൽ. അത് നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് മാലിന്യമുക്ത നവകേരളം എന്നുള്ളതാണല്ലോ. ആ ക്യാമ്പയിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം നമ്മളത് ചെയ്തിട്ടുണ്ട്. അതിന് മുന്നിൽ തന്നെ നമ്മൾ നിൽക്കുന്നു. നല്ലേപ്പിള്ളി ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിച്ച് മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതിന് എൻ്റെ മെമ്പർമാരാവട്ടെ, എൻ്റെ സ്റ്റാഫുകളാവട്ടെ, എൻ്റെ ഹരിതകർമ്മസേനക്കാരെ, കുടുംബശ്രീ, ചുറ്റുമുള്ളവർ അത്രയും സപ്പോർട്ടഡ് ആയതുകൊണ്ട് നമുക്കത് മുന്നിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. ഒക്കെ അവിടെ കിട്ടും. ബോണ്ട, പഴംപൊരി, അതുപോലെ പരിപ്പ് വട, പിന്നെ ബ്രെഡ് ബജ്ജി, ചായ, കോഫി, പിന്നെ ബൂസ്റ്റ്, ഹോർലിക്സ്. എവിടെ നിന്ന് പഠിച്ചതൊന്നുമല്ല, തുടങ്ങി. പിന്നെ ഞാൻ ഫ്രഷ് ജ്യൂസ് അടിക്കാനും ചായ ഇടാനും ബാക്കിയുള്ള ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പഠിച്ചു. അതൊരു ഉപയോഗമായി എന്തായാലും. അതെ, കഴിഞ്ഞാലും എനിക്ക് പേടിയില്ല എന്തായാലും. കാരണം നമ്മുടെ കടയുണ്ടല്ലോ. 5 വർഷം കഴിഞ്ഞാലും പൊതുസേവനം ചെയ്യണ്ട എന്നുള്ളതില്ല. പാർട്ടിയിൽ ഞാൻ ലോക്കൽ കമ്മിറ്റി അംഗം ആയതുകൊണ്ട് നിർബന്ധമായി ഞങ്ങൾ പൊതുസേവനത്തിൽ മുന്നിലായിരിക്കും. പക്ഷേ സ്ഥാനമില്ലാതെ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. നല്ല രീതിയിലാണ് പെരുമാറ്റം. ഞങ്ങൾക്കൊക്കെ സ്വന്തം പെങ്ങളെ പോലെയാണ്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ളൊരു ഗമയോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വ്യക്തി കൂടെയാണ് അനിഷ. വൈകുന്നേരം പഞ്ചായത്തിലെ ഡ്യൂട്ടി കഴിഞ്ഞാൽ ഇവിടെ വരാറുണ്ട്. വന്നു കഴിഞ്ഞാൽ എല്ലാവരുമായിട്ട് നല്ല കളിയും ചിരിയൊക്കെ ആയിട്ട് ചായയാറ്റിലും അവരെ ജോലി കാര്യങ്ങൾ, ചായയാറ്റിൽ കടി ഉണ്ടാക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വൈകുന്നേരം 8 മണി വരെ ഷോപ്പ് തുറക്കാറുണ്ട്. ഈ പഞ്ചായത്തിലെ ബെസ്റ്റ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയാണ്. അനീഷ ചേച്ചിൻ്റെ ചായ ഇത് കുടിച്ചു നോക്കാം അല്ലേ? പരിപ്പോടെ ഒരു വിട്ട് വെച്ച് നോക്കാം. ഇഷ്ടംപോലെ സാധനം കേട്ടോ. ഞങ്ങൾ ഇനി എണ്ണക്കൂടി കൂടുതൽ കഴിക്കേണ്ട വിചാരിച്ചിട്ടാണ്. കുഴപ്പമില്ല. ചായ, എണ്ണക്കടികൾ അല്ലെങ്കിൽ ഭക്ഷണമല്ല നമ്മളെ ഇതിലേക്ക് ആകർഷിപ്പിച്ചത്. ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് ഒരു ചായക്കട, ജനസേവനത്തിന് വേണ്ടിയിട്ട് പ്രസിഡൻറ്റും ഇവിടെ വന്നിട്ടാണ് ഉള്ളിവട. അതെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അനീഷ ചേച്ചിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും അല്ലേ? ഓക്കെ.